എൻ്റെ ഇളയ മകൻ സയ്യിദ് ഫضൽ കോയമ്മ തങ്ങൾ എൻ്റെ പകരം ഉള്ളാളത്ത് ഖാദിയായി കുറച്ചു കാലം തുടരട്ടെ എന്ന് അവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പെട്ടെന്ന് താജുൽ ഉലമ ഇവിടെ നിന്ന് പോകുമെന്നും തൽസ്ഥാനത്ത് അല്പ ദിവസമായാലും മകൻ ഖുർറത്തു സാദാത്ത് ഇവിടെ ഖാദിയായി വരണമെന്നും മുൻകൂട്ടി കണ്ട് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മഹത്വം. ഏതായാലും അഹ്ലു ബൈത്തിനെ അള്ളാഹു ഇവിടെ നമുക്ക് തന്നത് ദീനിൻ്റെ തൂണുകളായിട്ടാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് അല്ലാഹു തആല കുഫാറുകൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നബി തങ്ങളുടെ 3 ആൺമക്കൾ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്നീ 3 ആൺമക്കൾ മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാം, ഒരാളുടെ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് മാനസികമായ ഒരു വേദന ഉണ്ടാകും. അത് സംശയമില്ല, എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ആ വിഷമത്തെ തീർക്കാനാണ് തഅസിയത്ത് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചത്. തഅസിയത്തിൻ്റെ അർത്ഥം ക്ഷമിപ്പിക്കുക എന്നാണ്. 3 കുട്ടികൾ ഒന്നായി മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും വളരെ